നേതൃത്വം മാറേണ്ടത് ആ നേതൃത്വത്തിന് പാകപ്പിഴകൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പായി നിൽക്കുമ്പോഴാണ്. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം BJPക്ക് പടവലങ്ങ പോലെ താഴേക്കല്ല വളർച്ച എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മുകളിലേക്കാണ് വളർച്ച. 20% കേരളത്തിൽ വോട്ടുള്ള പാർട്ടിയായി LDFും UDFും ഒരുപോലെ ഭയക്കുന്ന, അതായത് ഇന്ത്യ മുന്നണി ഭയക്കുന്ന ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ BJP മാറുന്നത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയതിനു ശേഷമാണ് എന്നുള്ളത് സുരേന്ദ്രനെയും BJPയെയും സ്ഥിരം വിമർശിക്കുന്ന ഉണ്ണിസാർ വരെ പലവട്ടം ചർച്ചകളിൽ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതിനു മുൻപ് വന്നിട്ടുള്ള വാർത്തകളെക്കുറിച്ച് കൂടി നമ്മൾ പറഞ്ഞു പോകണമല്ലോ. കെ സുരേന്ദ്രനെ എനിക്ക് തോന്നുന്നു മീറ്റ് ദ എഡിറ്റേഴ്സ് തുടങ്ങിയതിന് ശേഷം ഒരു 4 തവണയെങ്കിലും നമ്മൾ മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതിന് മുൻപ് ഒരു 10 തവണയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവും. ചുരുങ്ങിയതൊരു ഇക്കഴിഞ്ഞ സുരേന്ദ്രൻ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നതിന് ശേഷം 15 തവണയെങ്കിലും സുരേന്ദ്രനെ മാറ്റും. അടുത്തതായി MT രമേശ് വരും, ശോഭാ സുരേന്ദ്രൻ വരും, അങ്ങനെ പല പേരുകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ V മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനാകാൻ പോകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. ഈ വാർത്തകൾക്കൊക്കെ ഒരു 2 ദിവസത്തിൻ്റെതപ്പുറം ആയുസ് ഉണ്ടാകുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അമിത് ഷായുമായി നടത്തിയ കൂടിക്കാഴ്ച, കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രനും പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. എന്തുകൊണ്ടാണ് MT രമേശിൻ്റെ കൂടെ ശോഭാ സുരേന്ദ്രനെ കൂടി പരിഗണിക്കാതിരുന്നത്? ആ പേര് കൂടി ചേർത്ത് വെച്ച് നമുക്ക് അടുത്ത സാധ്യതാ പട്ടികയിൽ ഇന്ന ആളുകളാണ് എന്ന ചർച്ച നടത്താമല്ലോ. രാജീവ് ചന്ദ്രശേഖർ എപ്പോഴെങ്കിലും തന്നെ വിളിച്ചു, കൂടിക്കാഴ്ച നടത്തി, തന്നോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരിച്ചതായി ഞാൻ കാണുന്നില്ല. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വാർത്തകളുടെയൊക്കെ ആയുസ് എത്രയാണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന ആളുകളാണ് BJPയുടെ നേതാക്കൾ. ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് പബ്ലിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയെ പറ്റിയാണ്. ആ പോസ്റ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാമെന്ന് ഞാൻ കരുതുന്നു. അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു സെക്കൻഡ്. സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത്ഷാജിക്കൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ BJPയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതായിരുന്നു. ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള ഒരു BJP നേതാവിൻ്റെ ഈ ഡൽഹി കൂടിക്കാഴ്ചകളെ പറ്റിയുള്ള ഒരു പ്രതികരണമായി നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അവരും ഒരു ക്ലെയിം വെക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പേര് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചകളിലേക്ക് വരാത്തത്? സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് താല്പര്യമുണ്ട് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. അവർ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് MT രമേശും കുറേ കാലങ്ങളായി പരിഗണനാ പട്ടികയിൽ വരികയും ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2019 കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ അതോടൊപ്പം MT രമേശിനെയും പരിഗണിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ അന്ന് വന്നിരുന്നു. പക്ഷേ ഏകപക്ഷീയമായി ഒരു തീരുമാനത്തിലേക്ക്, ഏകകണ്ഠമായി ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. കെ സുരേന്ദ്രൻ അധ്യക്ഷനാവുകയായിരുന്നു. ഇപ്പോൾ V മുരളീധരൻ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം കേരളത്തിലെത്തി പരിപാടികളിലൊക്കെ വളരെ സജീവമാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ആറ്റിങ്ങലിൽ തന്നെ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യുന്നു. മറ്റു വിഷയങ്ങളിൽ ഇടപെടുന്നു. എല്ലായിടത്തും ഓടിയെത്തുന്നു. അങ്ങനെ ആക്റ്റീവായി നിൽക്കുമ്പോൾ V മുരളീധരൻ്റെ പേരായിരുന്നു നേരത്തെ വരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ V മുരളീധരൻ്റേത് അങ്ങ് മാറ്റിവെച്ചു. ശോഭാ സുരേന്ദ്രനെയും മാറ്റിവെച്ചു. ഇപ്പോഴുള്ള പുതിയ പേരെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റേതാണ്. രാജീവ് ചന്ദ്രശേഖർ ഒരു നല്ല ലീഡർഷിപ്പുള്ള ആളാണ്. അദ്ദേഹം ബിസിനസ്സിലായാലും പൊളിറ്റിക്സിലായാലും അദ്ദേഹത്തിൻ്റെതായ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് കാണിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് വ്യക്തമായതാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ എത്ര വോട്ടിലേക്ക് അദ്ദേഹം എത്തും എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളിൽ മൂന്നാമതായി പോകും എന്നുള്ള ചർച്ചകൾ വരെ പല ഘട്ടങ്ങളിലും പലരും നടത്തിയിരുന്നു. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിയാണ് അദ്ദേഹം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സമയം കുറച്ചുകൂടി കിട്ടിയിരുന്നെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നേരത്തെ പ്രവർത്തിക്കാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിനിലൂടെ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞു. പാർട്ടിയുടെ ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ആറ്റിങ്ങലിൽ കേന്ദ്രീകരിക്കുന്നു എന്ന വാദം ഉയരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇത്രയും വോട്ട് കിട്ടുമെന്നൊന്നും കരുതാത്തവർ കുറേ കൂടുതലായിരുന്നു. ഞാനത് അദ്ദേഹം മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പല ചർച്ചകളിലും അത്രയും ഒന്നും വോട്ട് പിടിക്കാൻ കഴിഞ്ഞേക്കില്ല, സംഘടനാ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുകൾ വന്നതാണ്. പക്ഷേ അതേ രാജീവ് ചന്ദ്രശേഖറിനെ BJP കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നുണ്ട് എങ്കിൽ അതൊരു റോങ് ചോയ്സായി ഞാൻ കരുതുന്നില്ല. പരിഗണിക്കുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. കാരണം അദ്ദേഹത്തിൻ്റെതായ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് അത് കൃത്യമായി സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, ഏതൊക്കെ പോക്കറ്റുകളിലാണ് കൂടുതലായി വർക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം.
അറിയാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായ ഒരു ഓൺ ടീമുമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നതിന്. അപ്പോൾ അദ്ദേഹത്തിനെ പരിഗണിക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. BJP-യിൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ദീർഘകാലത്തെ പരിചയം അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഉപയോഗിക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. രണ്ടാമത്തേത് MT രമേശാണ്. MT രമേശും K സുരേന്ദ്രനും ഏകദേശം സമപ്രായക്കാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MT രമേശും ദീർഘകാലമായി സംഘടനാ പ്രവർത്തനത്തിൽ ഒരേപോലെ തന്നെ ഇവർ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പ്, അത് ഏത് ഗ്രൂപ്പാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിലവിൽ എന്തായാലും അങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന രീതിയിലേക്കൊന്നും സംസ്ഥാനത്തെ BJP പോകുന്നില്ല. ഒറ്റക്കെട്ടായി ഫോക്കസ്ഡായി പോവുകയാണ്. ഏറ്റവും കൂടുതൽ അവരെടുത്തിരിക്കുന്ന തീരുമാനം എന്താണ്? ഈ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഭയങ്കര കലാപമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അടുത്ത യോഗങ്ങളിൽ കോർ കമ്മിറ്റിയിൽ പൊട്ടിത്തെറിക്കും, MT രമേശ് ആഞ്ഞടിക്കും, അതുപോലെ തന്നെ PK കൃഷ്ണദാസ് വിഭാഗം വലിയ മുറുമുറുപ്പുമായി വരുന്നു എന്നൊക്കെയുള്ള ആ വെണ്ടയ്ക്ക വലിപ്പത്തിലുള്ള വലിയ തലക്കെട്ടുകൾ എല്ലാ പത്രങ്ങളിലും വന്നതാണ്, എല്ലാ ചാനലുകളിലും വന്നതാണ്. പിന്നെന്തുണ്ടായി? പിന്നെ അനക്കമില്ലല്ലോ. എവിടെ പോയി ആ പൊട്ടിപ്പുറപ്പെട്ട കലാപമൊക്കെ? എവിടെ ചെന്നാണ് അണകെട്ടി ആരാണ് നിർത്തിയത്? അതിനൊന്നും തുടർച്ചയില്ല. കാരണം കേരളത്തിലെ BJP-ക്കുള്ളിൽ പ്രശ്നമാണ്, കേരളത്തിലെ BJP പ്രോപ്പറായിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടർച്ചയായി നടക്കുന്നത് നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇത്രയും കാലം ഈ 5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് K സുരേന്ദ്രനാണ്. കാരണം K സുരേന്ദ്രൻ കേപ്പബിൾ അല്ല എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചാരവേല അത് കൃത്യമായി നടക്കുന്നുണ്ട്. അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്നതാണ് എന്നതുകൂടിയാണ് വസ്തുത. ഇവിടെ 20% വോട്ടുകളുണ്ട് അക്കൗണ്ടിൽ, അല്ലെങ്കിൽ 20% മുകളിലേക്ക് ഉയരാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-ക്ക് വന്നിട്ടുണ്ട്. 11 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത്, അതായത് 11 നിയമസഭാ സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുകയാണ് BJP എന്നുള്ളത് LDF-നെയും അതുപോലെ തന്നെ UDF-നെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് CPIM-ന്റെ സമ്മേളനത്തിലടക്കം ഇത് ചർച്ചയായി വന്നതാണ്. പല സമ്മേളനങ്ങളിലും ചർച്ചയായി വന്നിട്ടുണ്ട്. BJP-യുടെ വളർച്ച ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ളത്. അതിൽ വിവിധ വിഭാഗങ്ങൾ BJP-യോട് അടുക്കുന്നതിലുള്ള ആ ഒരു ആശങ്കപ്പെടൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളായി നമ്മൾ നേതാക്കളിലൂടെ കാണുന്നുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു വർഗീയ പാർട്ടിയായി അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരവേല ഒരു ഭാഗത്ത്, രണ്ടാമത്തേത് ഇൻകേപ്പബിൾ ആയിട്ടുള്ള ഒരു നേതൃത്വമാണ്, ഈ ലീഡർഷിപ്പിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നിനും കൊള്ളാത്ത ഒരു പ്രസിഡന്റാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും ഈ രീതിയിൽ ഇന്ത്യ മുന്നണിയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള LDF അല്ലെങ്കിൽ UDF മതി, കേരളത്തിൽ NDA-യും BJP-യും വേണ്ട എന്ന ഒരു തിട്ടൂരം ഏറ്റെടുത്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള പ്രചാരവേലകളാണ് ചിലർ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനി നടപ്പാകില്ല. കേരളത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പടവലങ്ങ പോലെ താഴേക്കല്ല. ബംഗാളിലും ത്രിപുരയിലും CPM-ന് സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ CPIM-ന്റെ അസ്തിത്വം തിരിച്ചറിയണം, ഫംഗ്ഷൻ ചെയ്യണം. കോൺഗ്രസിന് ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തമ്മിലടി ആദ്യം തീർക്കണം. ആരാണ് മുഖ്യമന്ത്രിയാവുക എന്നതിനെപ്പറ്റി സ്ഥിരമായി അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ വലിയ പ്രശ്നം ഇവിടെ K സുരേന്ദ്രനെ മാറ്റി MT രമേശിനെയും രാജീവ് ചന്ദ്രശേഖരനെയും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ BJP-യുടെ മുന്നിലുള്ള ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് K സുരേന്ദ്രന്റെ തന്നെ നേതൃത്വത്തിൽ, എൻ്റെ സജഷൻ ഇതാണ്, നേതൃത്വം മാറണം ഈ ഘട്ടത്തിൽ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖരോ MT രമേശോ മോശം കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ടല്ല, മറിച്ച് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഇനി അങ്ങോട്ട് നയിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 കോർപ്പറേഷനുകളിലും 100 പഞ്ചായത്തുകളിലും ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഫോക്കസ്ഡായി നടത്തുകയാണ് വേണ്ടത്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മാഡം. ഈ ഭരണം പിടിക്കലിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ രീതിയിൽ പോകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് BJP-ക്കുള്ളിൽ കുഴപ്പമുണ്ടാക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് അവിടെ 3 ജില്ലകൾ വീതമാക്കി 30 ജില്ലകളാക്കി കേരളത്തെ വിഭജിച്ചുകൊണ്ടുള്ള ആ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഇതിനകം തന്നെ K സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല പത്തനംതിട്ട, വയനാട്, കാസർഗോഡ് ഇവിടെ നിലവിലെ അവസ്ഥയിൽ തുടരുക, ബാക്കി ജില്ലകളിൽ 2 ആക്കുക. ആ രീതിയിൽ കൃത്യമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കാണ് K സുരേന്ദ്രൻ പാർട്ടിയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ 15 തവണ പറഞ്ഞതുപോലെ വീണ്ടും K സുരേന്ദ്രനെ മാധ്യമങ്ങളായി മാറ്റേണ്ടതില്ല. അത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച് മാറ്റുകയാണെങ്കിൽ മാറട്ടെ. പുതിയ നേതൃത്വം ഏറ്റെടുക്കാൻ കേപ്പബിലിറ്റിയുള്ള നിരവധി ആളുകൾ പാർട്ടിയിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ നേതാക്കൾക്കിടയിൽ തമ്മിലടിയുമില്ല. Meet the editors.